2 ദിവസമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിലല്ല പത്രമാധ്യമങ്ങളിൽ ഒന്നാം പേജ് പരസ്യം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനു മുന്നോടിയായുള്ള പരസ്യമായിരിക്കും എന്നാണ് കരുതിയത്. അതിലും കാര്യമുണ്ട്. പരസ്യം കൊടുത്തിരിക്കുന്നത് തെലങ്കാന സർക്കാരാണ്. തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നു, ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട്. എന്തിന് എന്ന ചോദ്യം ഉയർന്നു. മാധ്യമങ്ങളെ കോൺഗ്രസിന് വേണ്ടി കയ്യിലെടുക്കാനാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യവും കൂടിയുണ്ട് എന്ന്. അതെന്താണ്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്താ സമ്മേളനം നടന്നു. ഹരിയാനയിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവ്, ചെറിയ നേതാവല്ല, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് DGPക്ക് ഒരു പരാതി കൊടുക്കുന്നു. പരാതിക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. എന്താണ് പരാതി? എന്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? കോൺഗ്രസ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ബാവൽ സീറ്റ് ഹരിയാനയിലെ തൻ്റെ ഭാര്യയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 7 കോടിയോളം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. 1,60,00,000 രൂപ. KC വേണുഗോപാലിൻ്റെ PA പണം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ പ്രിയങ്ക ഗാന്ധിയുടെ PA പണം വാങ്ങിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടി 7 കോടി രൂപ നൽകിയിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ. വെറുതെ പറയുകയല്ല, തെളിവുകൾ ഹാജരാക്കുന്നു. ചെക്ക് കൈമാറിയതിൻ്റെ ഫോട്ടോ കോപ്പി ഹാജരാക്കുന്നു. അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിൻ്റെ രേഖകൾ ഹാജരാക്കുന്നു. വാട്സപ്പ് സന്ദേശം ഹാജരാക്കുന്നു. അങ്ങനെ 7 കോടി രൂപ കൈമാറിയതിൻ്റെ കൃത്യം തെളിവുകൾ ഹാജരാക്കി നടത്തിയ വാർത്താ സമ്മേളനം. സത്യത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളിൽ അതൊരു ഒന്നാം പേജിലെ ഒന്നാം വാർത്തയാകേണ്ടതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 MP-മാർക്കെതിരെയാണ്, 2 അല്ല 3 MP-മാർക്കെതിരെയാണ്. പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള MP ആണല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണമാണ്. ഹരിയാന സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ വാർത്തയാകേണ്ടതല്ലേ? ഇവിടെ CPM-ൽ നിന്ന് പുറത്താക്കിയ, അതല്ലെങ്കിൽ CPM-ൽ ജില്ലാ കമ്മിറ്റി അംഗം ഉയർത്തിയ ഒരു ആരോപണം എത്ര കാലം ചർച്ച ചെയ്തിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ? എത്ര അന്തിച്ചർച്ച നടത്തിയിരുന്നു? ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളൊക്കെ അന്തിച്ചർച്ചകൾ തന്നെയാണ്. ഏഷ്യാനെറ്റ് അരമണിക്കൂർ മുഴുനീള ഇന്റർവ്യൂ നൽകി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പയ്യന്നൂരിൽ നടന്ന ഫണ്ട് തട്ടിപ്പ്, CPIM ഫണ്ട് തട്ടിപ്പ് നടത്തി, CPIM MLA ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാർത്തയ്ക്ക് എത്ര പ്രാധാന്യം നൽകി കേരളത്തിലെ മാധ്യമങ്ങൾ. നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. 70 രൂപ ഓട്ടോ കൂലിക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് 1 രൂപയും 2 രൂപയും പിരിച്ചെടുത്തതിന് വലിയ വാർത്ത നൽകി ബ്രേക്കിംഗ് ന്യൂസ് അടിച്ച മാധ്യമങ്ങളുണ്ട്. ആലപ്പുഴയിൽ നടന്ന സംഭവം പ്രളയം നടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. ഇതെല്ലാം നാം കണ്ടിട്ടുണ്ട്. CPIM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം 70 രൂപ പിരിച്ചു എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത മാധ്യമങ്ങൾ. പയ്യന്നൂരിൽ CPIM രക്തസാക്ഷി ഫണ്ട് MLA മുക്കി എന്ന ആരോപണം വന്നപ്പോൾ അതിന് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം പ്രാധാന്യം നൽകിയ കേരളത്തിലെ മാധ്യമങ്ങൾ. 7 കോടി രൂപ പല ഘട്ടങ്ങളിലായി സീറ്റ് വാഗ്ദാനം നൽകി വാങ്ങിയിട്ടുണ്ട് എന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് കേരളത്തിൽ വന്ന് മാധ്യമങ്ങളെ കാണുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു, കൃത്യം തെളിവുകൾ ഹാജരാക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നിലും വാർത്തയില്ല. ദേശാഭിമാനിയിൽ മാത്രമാണ് ഒന്നാം പേജ് വാർത്ത വന്നിരിക്കുന്നത്. മാതൃഭൂമി അരിച്ചു പെറുക്ക് നോക്കി, വാർത്തയില്ല. ഇന്ന് മലയാള മനോരമ നോക്കി, വാർത്തയില്ല. കേരള കൗമുദി നോക്കി, വാർത്തയില്ല. ഒരു മാധ്യമത്തിലും വാർത്തയില്ല. ദൃശ്യമാധ്യമങ്ങൾ അതേക്കുറിച്ച് കണ്ടമട്ട് ഭാവിച്ചിട്ടില്ല. ഒരു ഫുട്ടേജ് വാർത്ത പോലും കൊടുത്തില്ല. ഒരു വരി സ്ക്രോൾ ചെയ്ത് കാണിച്ചില്ല എന്നോർക്കണം. രേഖകൾ സഹിതമാണ് പറയുന്നത് എന്നതുകൂടി കണക്കിലെടുക്കണം. എന്നുവെച്ചാൽ വലിയ അഴിമതി, തട്ടിപ്പ്, സീറ്റ് വിറ്റ് കാശ് വാങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ, അവർക്കെതിരെയുള്ള വിവരങ്ങൾ കൃത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ട് വാർത്തയാകാതെ പോകുന്നു നമ്മുടെ
പ്രമുഖ മാധ്യമങ്ങൾക്ക്. ഇവർ കോൺഗ്രസ് പത്രം എന്ന് പറഞ്ഞാൽ പോരാ, UDF-ലെ ഘടകകക്ഷികളാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ. ഈ പത്രങ്ങളുടെ മുഴുവൻ ഉടമസ്ഥത കോൺഗ്രസ് നേതാക്കൾക്ക് ആണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് പറയരുത്, KC വേണുഗോപാലിന് തന്നെയാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ ജോർജിനെതിരെ നടന്ന ആക്രമണത്തെ ലഘൂകരിച്ച് വീണ ജോർജിന് സ്വയം പരിക്ക് പറ്റിയതാണ്, ഇങ്ങനെ നിൽക്കുമ്പോൾ കഴുത്ത് ഉളുക്കി അല്ലെങ്കിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതാണ് എന്ന രൂപത്തിൽ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഈ മാധ്യമങ്ങളെ ബഹിഷ്കരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ എന്ന് തോന്നുന്നത്.